അപ്പോ നമസ്കാരം. നമ്മുടെ ആട് 3 മൂവിയൊക്കെ റിലീസായിട്ടുണ്ട്. നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, ഭയങ്കര സന്തോഷം. നമ്മൾ എക്സ്പെഷ്യലി ഞാനൊരു ഫാനാണ് ഈ ഒരു മൂവിയുടെ. നമ്മുടെ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ഞങ്ങൾ ഈ ഒരു ഗ്യാങ് ഞങ്ങൾ അനുകരിക്കാറ് വരെ ഉണ്ട്. ഒരുപാട് സന്തോഷം. ഈ പടം നല്ല രീതിയിൽ ഒത്തിരി ഹൈപ്പ് കൊടുത്തു. പല പടങ്ങളും ഒത്തിരി ഹൈപ്പ് കൊടുക്കുന്നതനുസരിച്ച് പൊട്ടും എന്നൊരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു റിവ്യൂവും കാര്യങ്ങളും നമ്മുടെ ആറാട്ടണ്ണന്റെ ഒരു റിവ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ പ്രശ്നം രൂക്ഷമായി. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ അപ്പൊ ഈ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ, നമുക്ക് ഡിസ്കഷൻ ചെയ്യണമെങ്കിലും ഒക്കെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ അഭിപ്രായങ്ങൾ കറക്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആറാട്ടണ്ണന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആട്ടെ ഓ എന്റെ മൈൻഡ് പറയാം, ഞാൻ കൊച്ചിക്കാരനാണെങ്കിൽ അടിച്ച് നിരപ്പാക്കും. അടിച്ചു നിരപ്പായിക്കോ? പക്ഷെ അത് ഇവിടെ വേണ്ട. റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയാ അഭിപ്രായമാണ്. ഓക്കെ, അത് മോശമാകാം, ചീത്തയാകാം, ഭയങ്കര രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൈനസ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു അഭിപ്രായം പറയാം, വിമർശിക്കാം, തിരിച്ചങ്ങോട്ട് വിമർശിക്കാം. ഓക്കെ, ഇവനെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? പക്ഷെ മേകത്ത് കൈവെക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. അതാണ്ട് ഇവൻ എന്ത് വർത്താനായി പറഞ്ഞു. ഈ ചങ്ങായി നേരത്തെ അവിടെ കണ്ടിട്ടുണ്ട്. അലവാദി പെരേര അലവലാദി എന്ന് പറഞ്ഞു കൊടുത്താൽ അലവാദി എന്ന് പറയുന്നവരാണ് തിരിച്ച് വിമർശിക്കാനും തല്ലാനും പോകുന്നത്. ഓക്കെ, അത് മാത്രമല്ല ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുന്നവൻ അതിനേക്കാൾ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന രീതി ഫീൽ ചെയ്തു. കൊള്ളാം. സിനിമ 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 എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കൊന്ന് പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന തോന്നുന്നത് നിർത്തിയുടെ. അതൊക്കെ ഇവന് ഇപ്പോഴും ഈ കാലത്ത് കിടക്കുന്നേ, ആ കാലത്ത് കിടക്കുന്നേ സിനിമ. ഓക്കെ, ഓ എന്താ അടിയാറോ അടിക്കട്ടെ. തിരിച്ച് ഒരു നല്ല ചെറുപ്പക്കാരൻ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇവൻ അടിക്കൂ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പാവം പിടിച്ചവൻ ഇങ്ങനെ എന്താ പറയാ അടിക്കില്ല, അല്ലെ തിരിച്ച് റിയാക്ട് ചെയ്യില്ല എന്നുള്ള ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് വണ്ടെങ്കിൽ കയറുന്നത്. എന്തോ ആയിക്കോട്ടെ, അയാള് മോശം കാണിച്ചോട്ടെ, അയാള് മോശം കാണിച്ചിട്ടുണ്ട്, അത് നിയമപരമായി നമുക്ക് ഇടപെടാൻ പറ്റൂല്ലോ. ഇതൊന്നുമില്ലാതെ ഇദ്ദേഹത്തിന് മണ്ടയ്ക്ക് ചാടി കയറി ഇയാള് കയ്യേറ്റം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. ആദ്യം ഇവനെ അറസ്റ്റ് ചെയ്യണം. ഈ വീഡിയോ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് മുന്നേയും ഇദ്ദേഹത്തിന് ഇതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ആരായിക്കോട്ടെ, ഇവനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ പെരേര ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൈനാപ്പിളോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയില് ഭയങ്കര സംഭവങ്ങളൊന്നും അല്ല. ഇവര് പറയുന്നതിന്റെ റിവ്യൂവും കാര്യങ്ങളും കേട്ടിട്ട് മാത്രമൊന്നുമല്ല മലയാളികള് ഒരു മൂവി തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലേറ്റുന്നത്. കാരണം സ്വന്തമായിട്ട് അഭിപ്രായമുള്ളതും സ്വന്തമായിട്ടുള്ള ഒരു റിയലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു ടീമാണ് നമ്മുടെ മലയാളീസ്. അല്ലാതെ ഒരു സിനിമ ഇവിടെ വന്നിറങ്ങി ഇവരുടെ അഭിപ്രായം കേട്ടിട്ട് നിന്നാ പിന്നെ സിനിമ കാണാൻ പോകണ്ട, അവൻ പറയുന്നത് മോശമാണ് അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന രീതി മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ കാണാൻ പോകുന്നവർ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവൻ വെറും വിട്ടിയാണ്. നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിനക്ക് ഇഷ്ടപ്പെടുന്ന ആംബിയൻസിൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വലിയ താല്പര്യമില്ലായിരിക്കും. എനിക്കിപ്പം ഒരു മൂവി കാണണമെങ്കിൽ എന്റെ ഫോണിൽ എനിക്ക് കിട്ടുവാണെങ്കിൽ, അത് ഇറങ്ങുന്ന സമയത്തായിക്കോട്ടെ കിട്ടുവാണെങ്കിൽ അത് മനസ്സിലാക്കി ബാക്ക് അടിച്ച് ചിലപ്പോൾ ഒന്ന് പോസ് ചെയ്ത് മനസ്സിലാക്കി കണ്ടു പോകാനുള്ള ഒരു വ്യക്തിയായിരിക്കും ഞാൻ. എനിക്ക് അങ്ങനെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടം. അതുപോലെ ഇവനിപ്പോ ഒരു സിനിമ ഇപ്പൊ കണ്ടു. പിന്നെ ഒരു കാര്യം എന്ന് പറയാൻ കഴിഞ്ഞാല് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം എഴുതുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇദ്ദേഹം ആയാലും വേറെ ആരായാലും ഫസ്റ്റ് ഹാഫ് കണ്ടു, ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നീ സിനിമ മൊത്തം കാണുക, എന്നിട്ട് വിലയിരുത്തുക. അപ്പോ ഓക്കെ, ആ കാര്യത്തിൽ ഞാൻ
എതിർക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ തല്ലേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഒരു ഫുള്ള് രീതിയിൽ ഇയാളെ നെഗറ്റീവ് പറഞ്ഞെങ്കിൽ ഒന്ന് വിമർശിക്കാം. എന്റെ അഭിപ്രായത്തിലാണ് അവരാരും പറയുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങളാരും സിനിമ കാണാൻ വരണ്ട, വരാതിരിക്കണ്ട എന്ന് നിങ്ങൾക്ക് വേണേൽ പറയാം. അല്ലാതെ തല്ലാൻ എന്താ അധികാരം? കൊച്ചിക്കാരനായാലും ഏത് കൊയിലാണ്ടിക്കാരനായാലും ഞാനത്ര പറയത്തുള്ളൂ. ഇതൊന്നും ഇവനെയൊക്കെ എടുത്തിട്ട് അടിയുമ്പോ ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഒന്ന് മാറണമെന്ന് പറയാനോ ഒന്നും ഇല്ല. ആ സമയം ഒരു അത്രയും സമൂഹത്തിന്റെ ഇടയ്ക്ക് ഒരു പെണ്ണിന് എന്തെങ്കിലും പറ്റിയോ പൊക്കി പിടിച്ചോണ്ട് വരും. ഇദ്ദേഹം അടിക്കത്തില്ല എന്നുള്ള ഒരു ചങ്കറപ്പുണ്ടായിട്ടില്ല. വേറെ ആണുങ്ങളുടെ അടുത്തൊന്നും പ്രതികരിച്ചു നല്ല ചെറുപ്പക്കാരുടെ കാണിച്ചു കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് ബാക്കി കണ്ടു നോക്കാം. ഞാൻ ആലോചിക്കുന്നത് ഇയാൾ ഇത്രയും തല്ലണമെങ്കിൽ ഇവൻ എന്ത് പറഞ്ഞു എന്നാണ് എനിക്ക് നോക്കേണ്ടി മനസ്സിലാക്കേണ്ടത്. ഇവൻ എന്ത് റിവ്യൂ ആണ് പറഞ്ഞതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, റിവ്യൂ പറഞ്ഞ എന്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, നാട് കിടപ്പുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് പറയുന്ന സംസാരമുണ്ട്. അങ്ങനെ ആട് 3 ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഷർബത്ത് സമീർ തകർത്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് സർബത്ത് ഷമീർ തകർത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കല്ലുകടി വരുന്നുണ്ട്. കല്ലുകടി കണ്ടിരിക്കാം. പ്രൊഡ്യൂസറിന് മുതലാക്കി കാശ് കിട്ടും. ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. പല പടങ്ങളും അങ്ങനെ ഹൈപ്പ് കൊടുത്ത് വലിയ പ്രതീക്ഷയോടെ എല്ലാവരും കൂടെ പോയിരുന്നുണ്ട്. അയ്യോ ഇത് ഇത്ര വലിയ ഉള്ളായിരുന്നു എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പടത്തിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും പ്രൊമോഷൻ അവർ കൊടുക്കും. കാരണം 10 പേര് കണ്ടാൽ അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറും. അതുകൊണ്ട് അവര് പറയേണ്ട രീതിയിൽ അവർ ഹൈപ്പ് കൊടുക്കും. ആളുകൾ മറ്റു രീതിയിൽ പൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സെറ്റപ്പില് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ ചിന്തിക്കുന്നതിന്റെ കുഴപ്പമാണ്. അവര് സിനിമ പ്രൊമോഷൻ ചെയ്യും. അപ്പൊ ഹൈപ്പ് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. ഞാൻ പറയാം വാവ് സൂപ്പർ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇവര് ഹൈപ്പ് കാണിച്ചോട്ടെ, അവർക്ക് പ്രൊമോഷൻ അവർ ചെയ്തോട്ടെ, എന്നാലേ നമുക്ക് പോയി കാണാൻ പറ്റത്തുള്ളൂ. കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ, എന്നാലും വിലയിരുത്താൻ പറ്റത്തുള്ളൂ. ബാക്കി നോക്കാം. നോബിക്ക് കുറച്ച് നല്ല റോൾ കൊടുക്കാൻ വേണ്ടി ഇപ്പം സ്ഥിരം മണ്ടനായി കാണിക്കുന്ന പോലെ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ നോബി മാർക്കോസിനെ പറ്റി സംസാരിച്ചിരിക്കുന്നത് മണ്ടനായിട്ട് കാണിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ അഭിപ്രായമാണ്. ഓക്കെ, ധർമ്മജനും വിനായകനും കണ്ടു ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ധർമ്മജനും വിനായകനും കണ്ടു ഒരേപോലെ ഇരിക്കുന്നുണ്ട്. അതെന്തോ സംഭവം മനസ്സിലായത്. സയൻസ് ഫിക്ഷൻ ഉണ്ട്, ടൈം ട്രാവൽ അതെല്ലാം ഉണ്ട്. സയൻസ് ഫിക്ഷൻ ഉണ്ട്, ടൈം ട്രാവൽ ഉണ്ട്. ഓക്കെ, പടം ആട് 1 നല്ലതാണ്. പക്ഷെ ആട് 2 അത്രയും വരില്ല. ഫസ്റ്റ് ഹാഫ് പറയണ. ഓക്കെ, ആട് 1 നല്ലതാണ്. ആട് 1 മോശമാണെന്ന് അല്ലെ ആട് 1 പലർക്കും ഇഷ്ടപ്പെട്ടില്ല അല്ലെ ആട് 1 പലർക്കും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് അതിന്റെ പ്രൊഡ്യൂസറും അതിന്റെ സംവിധായകരും പല ആൾക്കാരും അതിനോട്ട് ബന്ധപ്പെട്ടിടക്കുന്ന ആൾക്കാരെല്ലാവരും സംസാരിച്ചതാണ്. പിന്നെ ആട് 2 ആണ് ഏറ്റെടുത്തത് പറയുന്നു. ആട് 2 അത്രയും വരണമെന്ന് ഇല്ല. ആട് 3 എന്ന് പറയുന്ന സംഭവം ആട് 2 അത്രയും ചിലവർക്ക് പിടിക്കണമെന്നില്ല. ആട് 2 എന്ന് പറയുന്ന സംഭവം മനസ്സിലിങ്ങനെ കിടക്കാണ്. ആ വടംപുലി ആ സെറ്റപ്പ് അങ്ങനെ ഹരം കയറി കിടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് എന്നും പറഞ്ഞ് ആട് 3 അത്രയും വരണമെന്നില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, എന്തായാലും എല്ലാവരും കുഴപ്പമില്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഷാജി പാപ്പനായാലും മറ്റേ ഷാജി പാപ്പൻ ഗ്ലീഷിയാണ്. മറ്റേ ഇവർ 2 തന്നെ ചെയ്തിട്ടുണ്ട്. ധർമ്മജനായാലും ഷൈജു കുറുപ്പാണെങ്കിലും ധർമ്മജനായാലും നല്ല ഒരു ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഷാജി പാപ്പന്റെ ഒരു രീതി പുള്ളിക്കാരന് സാധാരണ രീതി എന്നാണ് പുള്ളി പറയുന്നത്. വലിയ ഒരു വ്യത്യസ്തമായ സംഭവമാണ് പുള്ളി പറയുന്നത്. ഇവിടെ പുള്ളി പൊതുവായിട്ട് പറയുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞത് ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ ഇതുപോലൊരു മണ്ടപ്പുളം വേറെ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ലെന്നേ. ഓക്കെ, പുള്ളി എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇവനെ പിടിച്ച അറസ്റ്റ് ചെയ്യുക. അതാണ്ട് ഏതവനെ ഇപ്പം ഇങ്ങനെ തല്ലിയവനെ അറസ്റ്റ് ചെയ്തോ. നാളെ ഇവനെ ഇങ്ങനെയുള്ളവരെ തല്ലാൻ ഇവന്റെ കൈ പൊങ്ങരുത്. ഇവന് തല്ലാൻ വേണ്ടി യാതൊരു അധികാരവും കൊടുത്തിട്ടില്ല. ആ പാവം പിടിച്ചവൻ തല്ലും കൊണ്ടിട്ട് ഒരുത്തം പോലും പിടിച്ചു വാരാനും പോയില്ല. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. വിമർശിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാം. അതിന്റെ പരിപാടികളായിട്ട് മുന്നോട്ട് പോവാം. ഇതൊരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ ചുമ്മാ എടുത്തിട്ട് തല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നായി?
അവനെ മൂക്കിന്റെ പാലത്ത് ഒരു 2 തട്ട് കെട്ടി, അവനെ മർമ്മത്തെവിടെയും അടി കെട്ടി, ആള് കാഞ്ഞു പോയാൽ എന്തോ ചെയ്യും? പക്ഷെ എന്ത് പറയുന്നത്, അക്രമ ചിന്ത മാത്രമേ ഉള്ളൂ. എടാ ഈ പടം ഇത്ര സപ്പോർട്ട് ചെയ്ത് ഇവന് സംസാരിക്കാൻ വേണ്ടി ഇവന്റെ ഒന്നും അല്ലല്ലോ. ഞാൻ ഇത്ര സംസാരിക്കത്തുള്ളൂ. എനിക്ക് ഇത് വലിയൊരു സപ്പോർട്ടീവായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം എന്തിനാന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല, ഈ പടം ഞാൻ കണ്ടില്ല. ഒരുപാട് വേറെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കേട്ടു, എനിക്ക് സമയം കിട്ടിയില്ല കാണാൻ. എന്തായാലും ഞാനും ഉടനെ പോയി തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും, അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു, നമ്മളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന ഒരു ചാനലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. അഭിപ്രായങ്ങൾ എന്തായാലും വേണമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാം. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പുതിയ പുതിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.